Hi students. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പോൾ ആക്സിയോമാറ്റിക് ഡെഫിനിഷൻസ് ആണ് 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി നമ്മൾ ഈ ആക്സിയോമാറ്റിക് ഡെഫിനിഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ തിയറംസ് ഇൻ പ്രോബബിലിറ്റിയിലുള്ള കുറച്ച് തിയറംസ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ ഫസ്റ്റ് തിയറം കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് തിയറം പറയുന്നത് തിയറം 1. Theorem 1 പറയുന്നത് the probability of an impossible event is 0. അപ്പോൾ ഇമ്പോസിബിൾ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഒരു ഇവൻ്റ് ഇല്ല അല്ലേ, ഇമ്പോസിബിൾ ഇവൻ്റ് ആണ്, പോസിബിൾ അല്ല, ആ ഇവൻ്റ് നടക്കുന്നത് പോസിബിൾ അല്ല, അതായത് ആ ഇവൻ്റ് നടക്കണില്ല. അതിൻ്റെ അർത്ഥം അവിടെ എം ടി ആണ് എന്നാണ് അർത്ഥം. അതായത് പ്രോബബിലിറ്റി ഓഫ് ഫൈ ഇസ് ഈക്വൽ ടു 0 അല്ലേ. ഇമ്പോസിബിൾ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ഫൈ ആണ്, അപ്പോൾ പി ഓഫ് ഫൈ ഈസ് ഈക്വൽ ടു 0. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൂഫ് നോക്കാം. അപ്പോൾ ലെറ്റ് ഫൈ ബി ഈസ് ദ ഇമ്പോസിബിൾ ഇവൻ്റ്. Let phi be the impossible event. Impossible event എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അപ്പോൾ അത് ഫൈ തന്നെയാണ് വരിക. ഓക്കെ, ഇമ്പോസിബിൾ ഇവൻ്റ്. ഇനി നമുക്കറിയാം എസ്, ഇപ്പോൾ ബി എസ് നമ്മൾ ഇത് പറഞ്ഞു, പ്രോബബിലിറ്റി സ്പേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോബബിലിറ്റി സ്പേസ് എങ്ങനെ പറഞ്ഞു നമ്മൾ? എസ് ബി പി വേർ എസ് ഈസ് ദ സാമ്പിൾ സ്പേസ് ആൻഡ് ബി ഈസ് ദ collection of all subsets of S. B is the collection of all subsets of S. So B form a Borel field and P is the probability satisfying the 3 axioms. That is the probability space. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എസ് ബി പി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്ലിയർലി എസ് എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് ആണ്. എസ് എവിടെ ഉണ്ടാവും? ബിയിലുണ്ടാവും. കാരണം എന്താ? ബി എന്ന് പറഞ്ഞാൽ എസിൻ്റെ എല്ലാ സബ്സെറ്റ്സിൻ്റെയും കളക്ഷനാണ്. അപ്പോൾ എസ് ഈസ് ആൾസോ ഈ സബ്സെറ്റ്സ് ഓഫ് ഇറ്റ് സെൽഫ്. എസിൻ്റെ തന്നെ ഒരു സബ്സെറ്റാണ് എസ്. എസ് ഈസ് ഇറ്റ് സെൽഫ് എ സബ്സെറ്റ്. ഓക്കെ, അപ്പോൾ എസ് എവിടെ ഉണ്ടാവും? ബിയിലുണ്ടാവും. ആൾസോ ഫൈ എം ടി സെറ്റ് എന്ന് പറയുന്നതും എസിൻ്റെ സബ്സെറ്റാണ്. സോ ഫൈ ഈസ് ആൾസോ ബിലോങ്സ് ടു ബി. അപ്പോൾ സോ എസ് ബിലോങ്സ് ടു ബി, ഫൈ ബിലോങ്സ് ടു ബി. സോ ആൻഡ് ആൾസോ എസ് യൂണിയൻ ഫൈ ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക? യെസ് അല്ലേ. എസിൻ്റെ കൂടെ യൂണിയൻ ഫൈ കൂട്ടിയാൽ എന്ത് തന്നെ കിട്ടുക? യെസ് തന്നെ കിട്ടുക. സോ വി ഹാവ് പ്രോബബിലിറ്റി ഓഫ് എസ് യൂണിയൻ ഫൈ ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എസ്. കാരണം എസ് യൂണിയൻ ഫൈ ഈക്വൽ ടു എസ് ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എസ് യൂണിയൻ ഫൈ എന്തിനോട് ഈക്വൽ ആയിരിക്കും? പ്രോബബിലിറ്റി ഓഫ് എസ് ഈക്വൽ ആയിരിക്കും. ഇനി ഇവിടെ പറഞ്ഞ പ്രോബബിലിറ്റി എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? ഈ ആക്സിയംസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ അപ്പോൾ ഈ പി ഓഫ് എസ് യൂണിയൻ ഫൈനെ, ഇപ്പോൾ എസ്സും ഫൈയും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ എന്താ? എസ് ഇൻ്റർസെക്ഷൻ ഫൈ എന്താ? എം ടി ആണ്. അപ്പോൾ നമ്മൾ തേർഡ് ആക്സിയം വെച്ചിട്ട് പി ഓഫ് എസ് യൂണിയൻ ഫൈ എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എസ് പ്ലസ് പി ഓഫ് ഫൈ എന്ന് എഴുതാൻ പറ്റും. അത് തേർഡ് ആക്സിയം ഉപയോഗിച്ചിട്ടാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എസ് എന്ന് എഴുതാം ബൈ ആക്സിയം 3. ആക്സിയം 3 ഉപയോഗിച്ചിട്ട് നമുക്ക് പി ഓഫ് എസ് യൂണിയൻ ഫൈനെ നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എസ് പ്ലസ് പി ഓഫ് ഫൈ എന്ന് എഴുതാം. പിന്നെ പി ഓഫ് എസ് അങ്ങനെ തന്നെ എഴുതി. ഇനി നമുക്കറിയാം പി ഓഫ് എസ് എന്താണ്? നമ്മൾ ആക്സിയം 2 പ്രകാരം പി ഓഫ് എസ് എന്താണ്? 1 ആണ് അല്ലേ. അപ്പോൾ ഇവിടെയും നമുക്ക് 1 കൊടുക്കാം. അപ്പോൾ സോ വി ഗെറ്റ് 1 പ്ലസ് പി ഓഫ് ഫൈ ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും ബൈ ആക്സിയം 2 പ്രകാരം. Therefore P of phi is equal to 1 minus 1, that's equal to 0. Hence proved. P of phi is equal to 0. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്തെടുത്തു? എസ് ബിലോങ്സ് ടു ബി ആണ്, ഫൈ ബിലോങ്സ് ടു ബി ആണ്. സോ their union is S. And P of S union phi is equal to P of S. So and by axiom 3 P of S plus P of phi is equal to P of S. Now by axiom 2 we have P of S equal to 1. So we have 1 plus P of phi is equal to 1. So P of phi equal to 1 minus 1 is equal to 0. അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാണ്ടായിരുന്നത്. ഇനി ഇതിലൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് പറഞ്ഞ ഒരു റിമാർക്കായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, റിമാർക്ക് ഓർ നോട്ട്. ഇപ്പോൾ
ഫൈ ആണെങ്കിൽ പി ഓഫ് ഫൈ എന്താണ് 0 ആണ്. അതിൻ്റെ പ്രോബബിലിറ്റി ഓഫ് അൻ ഇവൻറ്റ് ഇമ്പോസിബിൾ ഇവൻറ്റ് എന്നാണ് പറയുക ഇവിടെ. പി ഓഫ് ഫൈ ഈക്വൽ ടു 0 പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് അൻ ഇമ്പോസിബിൾ ഇവൻറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി ഇഫ് എ ഈസ് സച്ച് ദാറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി സച്ച് ദാറ്റ് പി ഓഫ് എ ഈക്വൽ ടു 0. ഒരു ഇവൻ്റാണ്, ആ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി 0 ആണെന്ന് വിചാരിച്ചിട്ട് ആ ഇവൻ്റ് എന്തായിക്കോണം എന്നില്ല, നീഡ് നോട്ട് ബി ഫൈ ആയിക്കോണം എന്നില്ല. അതായത് ഇമ്പോസിബിൾ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി 0 ആണ്, പക്ഷെ ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി 0 ആയാൽ ആ ഇവൻറ്റ് ഇമ്പോസിബിൾ ഇവൻ്റ് ആയിക്കോണം എന്നില്ല, ഓർ നമുക്ക് എന്ത് പറയാൻ പറ്റും, എ എന്ന് പറയുന്നത് ഫൈ ആയിക്കോണം എന്നില്ല. അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ നമ്മളൊരു ടൈപ്പ് റൈറ്റിംഗ് അറിയാത്ത ഒരാളോട് നമ്മൾ എന്ത് ചെയ്യാൻ പറയാണ്, നമ്മൾ ടൈപ്പ് ചെയ്യാൻ പറയാണ്, ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ ടൈപ്പ് ചെയ്യാൻ പറയാണ്. അപ്പോൾ അവിടെ ടൈപ്പ് റൈറ്റിംഗ് അറിയാത്ത ഒരാളാണ് അവിടെ എഴുതുന്നത്. അപ്പോൾ അത് തെറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇവൻ്റ് അവിടെ നടക്കുന്നുണ്ട്, അയാൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ശരിയാവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അതായത് അത് ഇപ്പോൾ ചാൻസ് വളരെ കുറവില്ല. ഇപ്പോൾ ഒരു ഭാഗ്യത്തിനൊക്കെ ശരിയാവുമെന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ശരിയായാലേ ഉള്ളൂ അവിടെ ശരിയാവാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ കേസുകളൊക്കെ പ്രോബബിലിറ്റി നമ്മൾ 0 ആണ് പറയുക. അതായത് ഒരു ഭാഗ്യത്തിനൊക്കെ ശരിയാവുന്ന അങ്ങനത്തെ റയർ ആയിട്ടുള്ള കേസുകളിലൊക്കെ പ്രോബബിലിറ്റി നമ്മൾ 0 എന്നാണ് പറയുക. അപ്പോൾ അവിടെ എന്താണ് വരുന്നത്, പ്രോബബിലിറ്റി 0 ആണ്, പക്ഷേ അവിടെ ഇവൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് 0 ആണെന്ന് പറയുന്നത് നീഡ് നോട്ട് ഇംപ്ലൈ ദാറ്റ് എ ഈക്വൽ ടു 5 എന്നാട്ടോ. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, എ ഈക്വൽ ടു 5. കാരണം നീഡ് നോട്ട് ഇംപ്ലൈ എന്നാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ എ ഈക്വൽ ടു 5 ആയിക്കോണമെന്നില്ല. ബട്ട് ചിലപ്പോൾ എ ഈക്വൽ ടു 5 ആകാം, പക്ഷേ എ ഈക്വൽ ടു 5 ആവണമെന്ന് ഉറപ്പില്ല. നീഡ് നോട്ട് ഇംപ്ലൈ. പിന്നെ ഇനി വേറൊരു എക്സാമ്പിൾ ഉണ്ട്. അതായത് നമ്മളൊരു കോയിൻ ഇൻഫിനിറ്റ്ലി മെനി ടൈംസ് റിപ്പീറ്റ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് ഹെഡ് കിട്ടണമെന്ന് വിചാരിക്കുക. അപ്പോൾ കോയിൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഹെഡ് വരാം, പിന്നെയും ടൈൽ വരാം, പിന്നെയും ടൈൽ വരാം, ഹെഡ് വരാം, എങ്ങനെ വേണമെങ്കിലും പോകാം. അപ്പോൾ നമുക്ക് എല്ലാം ഹെഡ് കിട്ടണം എന്ന് പറഞ്ഞാൽ അതൊരു ഇമ്പോസിബിൾ ഇവൻ്റ് അല്ല. ചിലപ്പോൾ പോസിബിൾ ആണ് ആ ഇവൻറ്റ്, ചിലപ്പോൾ ഒരു പക്ഷേ നടന്നേക്കാം, പക്ഷേ വളരെ റയർ ആയിട്ടേ നടക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള കേസിൽ നമ്മൾ പ്രോബബിലിറ്റി 0 ആണ് കൊടുക്കുക. അപ്പോൾ ഹെഡ് ഒക്കർ ചെയ്യുന്ന ഇവൻ്റ് അവിടെ ഉണ്ട്, പക്ഷേ 0 ആണ് ഇതിൻ്റെ പ്രോബബിലിറ്റി. കാരണം ടൈൽ വരാനുള്ള ചാൻസ് ഇല്ലേ, ഫുള്ള് ഹെഡ് വരാനുള്ള ഒരു പ്രോബബിലിറ്റി അവിടെ വളരെ നേരിയ പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി അവിടെ 0 ആണ്, പക്ഷെ അവിടെ ഇവൻ്റ് ഉണ്ട്. അപ്പോൾ അതും അതിനൊരു എക്സാമ്പിളാണ്. ഇനി നെക്സ്റ്റ് തിയറം 2 പറയുന്നത്, ഈ തിയറം 2-ൽ എന്താ വെച്ചാൽ ഒരു ക്ലാരിറ്റി കുറവുണ്ട്. നമ്മുടെ ടെക്സ്റ്റിലൊന്നും ഈ ഒരു തിയറം പറയുന്നില്ല. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ പ്രോബബിലിറ്റി ഈസ് ഇൻഫൈനൈറ്റ്ലി അഡിറ്റീവ്. അപ്പോൾ നമ്മളിപ്പോൾ പ്രോബബിലിറ്റിൻ്റെ ഇത് ഓൾറെഡി നമ്മൾ ആക്സിയം 3-ൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ആക്സിയം 3-ൽ നമ്മൾ എന്താ പറഞ്ഞത്, ഫൈനൈറ്റോ അല്ലെങ്കിൽ കൗണ്ടബിളി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സെറ്റ്സ് എടുത്താൽ അതിൻ്റെ യൂണിയൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെ സമ്മിൻ്റെ പ്രോബബിലിറ്റിക്ക് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ അതായത് ഇവിടെ പറയുന്നുണ്ട് പി ഓഫ് A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്രാ യൂണിയൻ AN എടുത്താൽ അതിൻ്റെയൊക്കെ പ്രോബബിലിറ്റി എന്തിനോട് ഈക്വലാണ്, അതിൻ്റെ ഇൻഡിവിജ്വൽ ടേംസിൻ്റെ പ്രോബബിലിറ്റിനോട് ഈക്വലാണ്. എക്സെട്രാ പ്ലസ് പി ഓഫ് എൻ AI intersection AJ is equal to 5, I not equal to J. അപ്പോൾ ഇതാണ് തിയറം 2 പറയണത്. അപ്പോൾ ഇതിലെന്താ ഞാൻ പറഞ്ഞില്ലേ, ഇതും നമ്മൾ ആക്സിയം 3-ഒക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. വല്ലാതെ നമ്മൾ ടെക്സ്റ്റിലൊന്നും ഈ ഒരു തിയറം കാണുന്നില്ല. അപ്പോൾ ഇതിലിങ്ങനെ ഒരു തിയറം പറയുന്നുണ്ട്, പക്ഷേ അതിലെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഇൻഫൈനൈറ്റ് സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് കൺസിഡർ ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഇൻഫൈനൈറ്റ്ലി അഡിറ്റീവ് എന്നാണ് പറയുന്നത്. അതായത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സെറ്റ്സ് എടുത്താലും ഇത് അഡിറ്റീവ് ആകും. അപ്പോൾ ഈ എന്ന് പറഞ്ഞത് എന്തും ആവാം. അതുകൊണ്ടാണ് നമ്മുടെ ഇൻഫിനിറ്റ് എന്നുള്ളതൊരു ടേം അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ A1 A2 A3 എക്സെട്രാ A എന്നുള്ളത് നമ്മുടെ അടുത്തുള്ള ഇവൻസും പിന്നെ ബാക്കിയുള്ള ഇവൻസ് നമ്മൾ 5 ആയിട്ടും ചൂസ് ചെയ്യുക. അപ്പോൾ ഇതൊരു ഇൻഫിനിറ്റ് സീക്വൻസ് ആയി അല്ലേ, ഇൻഫിനിറ്റ് സീക്വൻസ് ആയി. അപ്പോൾ അതൊക്കെ പെയർവൈസ് ഡിസ്ജോയിൻ്റ് ആണ്. അതുകൊണ്ട് ഇനി പി ഓഫ് A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്രാ യൂണിയൻ AN യൂണിയൻ 5 എക്സെട്രാ ഈക്വൽ ടു ഇത് എന്ത് തന്നെ വരിക, നമുക്ക് ആക്സിയം 3-ൽ പ്രകാരം പി ഓഫ് A1 പ്ലസ് പി ഓഫ് A2 പ്ലസ് എക്സെട്രാ പ്ലസ് പി ഓഫ് AN പ്ലസ് പി ഓഫ് 5 പ്ലസ് പി ഓഫ് 5 എക്സെട്രാ. ഈ പി ഓഫ് 5 ഒക്കെ എന്താണ് 0 ആണ്. അപ്പോൾ ഇത് അഗെയിൻ എന്ത് തന്നെ വരിക. ഇനി ഇതൊക്കെ ഇതിൻ്റെ ഭാഗത്ത് യൂണിയൻ 5 എന്ന് പറഞ്ഞാൽ ഇതൊക്കെ യൂണിയനിൽ അത് ഇല്ലല്ലോ. അപ്പോൾ ഇത് ഇൻ എഫക്റ്റ് ഇത് എന്ത് തന്നെ വരിക, പി ഓഫ് A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്രാ യൂണിയൻ AN ഈക്വൽ ടു
പി ഓഫ് A1 A2 എക്സെട്ര പി ഓഫ് A1 പ്ലസ് പി ഓഫ് A2 പ്ലസ് എക്സെട്ര പി ഓഫ് A എന്ന് വരും. അപ്പോൾ നമുക്കിത് നമ്മൾ ഓൾറെഡി ശരിക്കും എക്സാമിൽ പറയുന്നുണ്ട് അത്. അപ്പോൾ ഇത് ഇവിടെ എന്താ ഉദ്ദേശിക്കണേന്ന് അങ്ങോട്ട് നമ്മൾ ടെക്സ്റ്റിലൊന്നും ഈ ഒരു തിയറല്ല, ഇവർ ജസ്റ്റ് അങ്ങനെ ഇൻഫിനിറ്റ്ലി അഡിറ്റീവ് എന്ന് പറയുന്നുള്ളൂ. പക്ഷേ ഇവിടെ എന്തോ ആവാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അത് പറയുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, എന്നാലും ജസ്റ്റ് ആ ഒരു പ്രോബിലിറ്റി ഈസ് ഇൻഫിനിറ്റ്ലി അഡിറ്റീവ് എന്നുള്ളൊരു കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മളിതിനെ ഇൻഫിനിറ്റ് സീക്വൻസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഫൈനൈറ്റ് നല്ല n എണ്ണമാണ്. അപ്പോൾ n എണ്ണത്തിൽ നമ്മൾ 5 ആഡ് ചെയ്തിട്ട് ഇൻഫിനിറ്റ് ആക്കി മാറ്റുക. അപ്പോൾ അതാണ് ഈ ഒരു തിയറം. ഇനി തിയറം 3. അപ്പോൾ അത് തിയറം 2 ആയിരുന്നു. ഇനി തിയറം 3 കൂടി നോക്കാം. തിയറം 3 പറയുന്നത് മൊണോട്ടോണിസിറ്റിയാണ്. മൊണോട്ടോണിസിറ്റി, അതായത് ഇഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുന്നത് ഇവിടെ ABR ബിലോങ്സ് ടു ബി ആട്ടോ. നമ്മളെ ബോറൽ സെറ്റത്തെ ബി അല്ല, ഇനി 2 സബ്സെറ്റാണ്. എയും ബി എന്ന് പറഞ്ഞാൽ ഇനി 2 സബ്സെറ്റാണ്. മറ്റേത് A ബിലോങ്സ് ടു ബി എന്നായി എഴുതുക. മറ്റേ ബി ആണെങ്കിൽ, അതായത് നമ്മൾ പ്രോബിലിറ്റി സ്പേസിൽ പറഞ്ഞില്ലേ എല്ലാ സബ്സെറ്റ് ഓഫ് എസ് എന്ന് പറഞ്ഞിട്ട് ബി ബോറൽ ഫീൽഡ് എന്നൊക്കെ പറഞ്ഞില്ലേ, ആ ബി അല്ല ഇവിടെ. അങ്ങനെയാണെങ്കിൽ A ബിലോങ്സ് ടു ബി എന്നാണ് എഴുതേണ്ടത്. ഇവിടെ A സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എയും ബിയും ബീൻ്റെ, അതായത് നമ്മളെ ബോറൽ ഫീൽഡിൻ്റെ എലമെൻസുകളാണ്. അതിൽ A എന്ന് പറയുന്നത് B എന്ന് പറഞ്ഞ സെറ്റിൻ്റെ സബ്സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് A എന്താവും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെൻ ഡയഗ്രം വരക്കാം. ഇതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെൻ ഡയഗ്രം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സാമ്പിൾ സ്പേസ്. അപ്പോൾ നമ്മൾ എസ് ഹോൾ സെറ്റിനെ നമ്മൾ സ്ക്വയർ ആക്കിയിട്ട് എഴുതി. എ ബി എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്. ബീൻ്റെ ഉള്ളിലാണ് എ കിടക്കുന്നത് അല്ലേ. ഇത് എ, ഇത് ബി, ഇത് മൊത്തം സെറ്റ് എസ്. ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് കിടക്കുന്നത്. അപ്പോൾ ഈ ബീനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ബി എന്ന് പറഞ്ഞ സെറ്റിനെ എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതിക്കൂടെ? കാരണം ബിയിൽ എന്താ വെച്ചാൽ ഈ ഭാഗവും ഈ ഭാഗവും ഉണ്ട്. അപ്പോൾ ഇതുണ്ട്. അപ്പോൾ എ യൂണിയൻ. ഇനി എൻ്റെ കോംപ്ലിമെൻ്റാണ് ഇത് മൊത്തം. ഈ എ അല്ലാത്ത ഭാഗങ്ങളൊക്കെ എ കോംപ്ലിമെൻറ്റാണ്. അതും ബിയുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്താൽ നമുക്ക് ഈ കുഞ്ഞു പോർഷനിലേക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി എന്ന് ഈ കുഞ്ഞു പോർഷൻ, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ കുഞ്ഞു പോർഷനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പം എയും എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബിയും. അപ്പോൾ നമുക്ക് മൊത്തം എന്ത് കിട്ടും? ബി കിട്ടും. അപ്പോൾ ബീനെ നമുക്ക് എങ്ങനെ എഴുതാം? എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി. ദെർഫോർ പി ഓഫ് ബി എന്താവും? പി ഓഫ് ബി ഈക്വൽ ടു പി ഓഫ് എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി. ഇനി ഈ എയും എ എന്ന് പറയുന്ന സെറ്റ് ഇതാണ് അല്ലേ. ഇനി എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാലോ ഈ എൻ്റെ ഈ ബി ഈ ഒരു മിഡ് പോർഷനാണ്. ഈ ഒരു പോർഷനാണ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ഈ പോർഷനും പെയർവൈസ് ഡിസ്ജോയിൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഈ യൂണിയനെ പ്ലസ് ആക്കി മാറ്റാം. ഡിസ്ജോയിൻ്റ് ആണെങ്കിലേ അങ്ങനെ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പി ഓഫ് എ പ്ലസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതാൻ പറ്റും. Therefore we get P of B equal to P of A plus P of A complement intersection B. ഏത് ആക്സിയം വെച്ചിട്ടാണ് അത് എഴുതിയത്? ബൈ ആക്സിയം 3 സിൻസ് A and A complement intersection B are ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ അതിൽ എഴുതിയത്. ഇതിലത്തെ ടേംസ് ഒക്കെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ടേം അറിഞ്ഞിട്ടില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ എന്തേ കിട്ടിയത്? പി ഓഫ് ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി. ഇനി നോക്കുക, ഇതൊരു പ്രോബബിലിറ്റിയാണ് അല്ലേ. ഒരു സെറ്റിൻ്റെ പ്രോബബിലിറ്റി എപ്പോഴും എവിടെ കിടക്കുള്ളൂ? 0ൻ്റെയും 1ൻ്റെയും ഇടയിലേ കിടക്കുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 0ൻ്റെയും 1ൻ്റെയും ഇടയിലേ കിടക്കുള്ളൂ എന്ന് നമ്മൾ ആക്സിയം 1 പ്രകാരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നെങ്കിൽ 0 ആകും. 0 ആയാൽ എന്താണ് നമുക്ക് കിട്ടുക? പി ഓഫ് ബി ഈക്വൽ ടു പി ഓഫ് എ എന്ന് കിട്ടും. ഇത് ഈക്വൽ ആണെങ്കിൽ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി 0 ആണെങ്കിൽ
പി ഓഫ് ബി ഈക്വൽ ടു പി ഓഫ് എ എന്ന് കിട്ടും. ഇനി അതല്ല പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലുള്ള 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 1-ൻ്റെ താഴെ 0 അല്ലാത്ത ഏതെങ്കിലും നമ്പർ ആണെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, പി ഓഫ് ബി എന്ന് പറയുന്നത് പി ഓഫ് എൻ്റെ കൂടെ ഏതോ ഒരു പോസിറ്റീവ് നമ്പർ കൂട്ടണം അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, പി ഓഫ് ബി അല്ലേ വലുത്, കാരണം പി ഓഫ് എൻ്റെ കൂടെ എന്തോന്ന് കൂട്ടിയാലേ ഇത് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, പി ഓഫ് ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി എന്ന് എഴുതാം അല്ലേ. കാരണം പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, പി ഓഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എ. കാരണം പി ഓഫ് എൻ്റെ കൂടെ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി കൂട്ടിയാലേ പി ഓഫ് ബി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, പി ഓഫ് ബി എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എ, ഓർ പി ഓഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് ബി, ഓർ പി ഓഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് ബി. ഇനി ഒരു ചെറിയൊരു റിസൾട്ടും കൂടി, ഒരു നോട്ടും കൂടി, നമുക്ക് ഒരു ഇതും കൂടി ഉണ്ട്. ഇപ്പോൾ നമുക്ക് എബോവ് തിയറത്തിൽ നിന്ന് കിട്ടുന്നതാണ് പി ഓഫ് ബി മൈനസ് എ ഈക്വൽ ടു പി ഓഫ് ബി മൈനസ് പി ഓഫ് എ. പി ഓഫ് ബി മൈനസ് എ ഈക്വൽ ടു പി ഓഫ് ബി മൈനസ് പി ഓഫ് എ. അപ്പോൾ അതെങ്ങനെ കിട്ടുക, അത് നമ്മളെ എബോവ് വെൻ ഡയഗ്രത്തിൽ നിന്ന് ഈ വെൻ ഡയഗ്രം എടുക്കുക. ഇതിൽ ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്, ബിന്ന് എ കുറക്കുക അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗമല്ലേ കിട്ടുക, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി, ഈ ഒരു പോർഷനാണ് കിട്ടുക. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം, അതായത് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി ആണ് എന്ത് വരുന്നത്, അല്ല സോറി, എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി ആണ് എന്ത് വരുന്നത്, ബി മൈനസ് എ വരുന്നത്. അപ്പോൾ പി ഓഫ് ബി മൈനസ് എ എന്താവും, പി ഓഫ് എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി എന്നാവും അല്ലേ. പി ഓഫ് എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി എന്നാവും. ഒരു മിനിറ്റ്, ഓക്കെ. അപ്പോൾ ഇത് പി ഓഫ് ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി ആണ്. ഇനി നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ, ഇവിടെ ഇപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, പി ഓഫ് ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞില്ലേ. ഇൻ്റർസെക്ഷൻ അല്ല, ഒരു മിനിറ്റ്, എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ തന്നെ കേട്ടോ, ഇവിടെയാണ് മിസ്റ്റേക്ക് പറ്റിക്കണത്. ഇവിടെ യൂണിയൻ അല്ല, ഞാൻ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞിട്ട് യൂണിയൻ എഴുതുക ചെയ്തത്, ഇൻ്റർസെക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു പി ഓഫ് ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ഇതിന്ന് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബിക്ക് എന്തെഴുതാം, പി ഓഫ് ബി മൈനസ് പി ഓഫ് എ എന്ന് എഴുതി കൂടെ. അപ്പോൾ നമുക്ക് ആ സാധനം ഇവിടെ കൊടുക്കുന്നുണ്ട്, പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി എന്നല്ലേ ഇവിടെയും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, അതിന്ന് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ എന്ന് എഴുതി കൂടെ അല്ലേ. അങ്ങനെ തന്നെ അല്ലേ, ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് ഇത്ര കിട്ടി, ഇത്രയും ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡത്തെ ഈ സാധനത്തിന്, റൈറ്റ് സൈഡത്തെ ഈ സാധനത്തിന് നമുക്ക് എന്ത് എഴുതാം, പി ഓഫ് ബി, ഈ പി ഓഫ് എ ഇങ്ങോട്ട് ലെഫ്റ്റിൽ കൊണ്ടുപോകും, അപ്പോൾ പി ഓഫ് ബി മൈനസ് പി ഓഫ് എ എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ടേം തന്നെയാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെന്ത് എഴുതാം, പി ഓഫ് ബി മൈനസ് പി ഓഫ് എ എന്ന് എഴുതാം. അപ്പോൾ പി ഓഫ് ബി മൈനസ് എ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, പി ഓഫ് ബി മൈനസ് പി ഓഫ് എ എന്ന് കിട്ടി. അപ്പോൾ ഏതായാലും ഇന്ന് ഇത്രയേ ഉള്ളൂ എടുക്കുന്നത്. അപ്പോൾ ഈ തിയറംസൊക്കെ നന്നായിട്ട് നോക്കുക. ചിലപ്പോൾ ഇതിൽ പേരുള്ള തിയറംസ്, ഇപ്പോൾ മോണോട്ടോണിസിറ്റി, അതൊരു പേരുള്ള തിയറത്തിൻ്റെ പേരാണത് മോണോട്ടോണിസിറ്റി. അപ്പോൾ അങ്ങനത്തെ തിയറൊക്കെ ചിലപ്പോൾ ചോദിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.